പ്രിയപ്പെട്ടവരെ, എല്ലാവരിലും പരമകാരുണികൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ചന്ദ്രൻ്റെ ഭ്രമണ പരിക്രമണങ്ങളാണ് ചന്ദ്രക്കലകൾക്ക് കാരണം എന്നാണ് നാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചത്. ഭ്രമണം എന്ന് പറഞ്ഞാൽ സ്വയം തിരിയൽ, ഇംഗ്ലീഷിൽ റൊട്ടേഷൻ എന്ന് പറയും. പരിക്രമണം എന്ന് പറഞ്ഞാൽ ഭൂമിയെ ചുറ്റിത്തിരിയുന്നതിനാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ റവല്യൂഷൻ എന്ന് പറയും. ഈ ഭ്രമണ പരിക്രമണങ്ങൾ ഭൂമിയും ചന്ദ്രനും സൂര്യനും സൃഷ്ടിച്ച നാൾ മുതൽക്ക് തന്നെ ആരംഭിച്ചതാണ് എന്ന് നമുക്കറിയാം. അതിങ്ങനെ അനുസ്യൂതമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം പോലും അതിനൊരു സ്റ്റോപ്പില്ല. ഈ ഭ്രമണ പരിക്രമണങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു ഭ്രമണ പരിക്രമണം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നതാണ് എന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ചന്ദ്രക്കലകളുടെ രണ്ട് പ്രത്യേകതകൾ ഞാൻ പറയുകയുണ്ടായി. ഒന്ന്, അതിൻ്റെ വലിപ്പം അഥവാ അതിൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ അളവ്, പെർസെൻറ്റേജ് ഓഫ് ഇല്ലുമിനേഷൻ എന്ന് പറയും. മറ്റൊന്ന്, അതിൻ്റെ സൂര്യനുമായുള്ള കോണകലം, ആംഗിൾ ഓഫ് ഇലോങ്ങേഷൻ. ഇതാണ് ഓരോ ദിവസവും മാറിക്കൊണ്ട് വ്യത്യസ്തമായ ചന്ദ്രക്കലകൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ രണ്ട് പ്രത്യേകതകൾ, അതായത് അതിൻ്റെ വലിപ്പവും അതിൻ്റെ അകലവും, ഇത് രണ്ടും 0 ആകുന്ന ഒരു ദിവസമുണ്ട് ഓരോ മാസത്തിലും. അവിടെ നിന്നാണ് ഓരോ ഭ്രമണ പരിക്രമണവും ആരംഭിക്കുന്നതും അവിടെ തന്നെയാണ് അവസാനിക്കുന്നതും. ആംഗിൾ ഓഫ് ഇലോങ്ങേഷനും പെർസെൻറ്റേജ് ഓഫ് ഇലുമിനേഷനും 0 ആകുന്ന ദിവസമാണ് മുമ്പ് നമ്മൾ പരാമർശിച്ച അമാവാസി ദിവസം എന്ന് പറയുന്നത്. അത് മാസത്തിൻ്റെ അവസാന ദിവസമാണ്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റിക്കൊണ്ട് മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ അത് ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിലായിട്ട് വന്നു ചേരുന്ന ദിവസമാണ് അമാവാസി ദിവസം. ആ ദിവസത്തിൽ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഇലുമിനേഷൻ 0% ആവും. അതിൻ്റെ ആംഗിൾ ഓഫ് ഇലോങ്ങേഷൻ 0 ഡിഗ്രിയും ആകും. അമാവാസി ദിവസത്തിൻ്റെ പ്രത്യേകത അന്ന് ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ കാണുകയില്ല എന്നുള്ളതാണ്. അതിന് കാരണം അന്ന് ഇലുമിനേഷൻ വളരെ കുറവായിരിക്കും എന്നുള്ളത് തന്നെയാണ്. തന്നെയുമല്ല, അത് സൂര്യൻ്റെ പ്രഭയിലും ആയിരിക്കും. സൂര്യനോട് ചേർന്ന് തന്നെയാണ് അന്ന് ചന്ദ്രൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ നേരിയ ഇലുമിനേഷനുള്ള ചന്ദ്രക്കല സൂര്യൻ്റെ പ്രഭയിൽ ആയിരിക്കുന്നത് കൊണ്ട് ആണ് അന്ന് ചന്ദ്രനെ കാണാത്തത്. 29ൻ്റെയും 30ൻ്റെയും മാസങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, എത്രാമത്തെ ദിവസമാണ് ഓരോ ഭ്രമണ പരിക്രമണവും പൂർത്തിയാകുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ഭ്രമണ പരിക്രമണം പൂർത്തിയായി അടുത്ത ഭ്രമണ പരിക്രമണം പൂർത്തിയാകുന്നത് 29ാമത്തെ ദിവസമാണെങ്കിൽ ആ മാസം 29ൻ്റേതായിരിക്കും. ഇനി 30ാമത്തെ ദിവസമാണെങ്കിൽ ആ മാസം 30ൻ്റേതും ആയിരിക്കും.